ജാസ്മിനെ സിബിന് പേടിയാണോ? ഇഷ്ടമാണ് എനിക്ക് ജാസ്മിൻ. ജാസ്മിനെ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതായത് മറ്റേ സിബിൻ ജാസ്മിൻ സംസാരിക്കാൻ സിബിന്റെ അടുത്ത് വരുമ്പോഴേക്കും സിബിൻ ഓടി മറയുന്നത് എന്തുകൊണ്ട്? പേടിച്ചിട്ടാണോ? ഇല്ല, വിവരക്കേട് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. പാവണ് പറയരുത്. ഞാൻ വിവരം ആ കുട്ടി സംസാരിക്കുന്നതിൽ കാര്യമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ കുട്ടി പാവമല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജാസ്മിനെ പറ്റിയിട്ട് സിബിന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പറയും. എന്താ പറഞ്ഞേ? അപ്സ്റ്റെയർ വീക്കെൻഡ് അല്ല, പിന്നെ അപ്പോ വെളുപ്പോ മഞ്ഞയോ ചോദിക്കണത്. അതായത് ജാസ്മിൻ ഇപ്പൊ വന്നിട്ട് ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തുള്ള മനോഹരമായ പക്ഷിജാലങ്ങളുള്ള ഒരു ലോകത്തിലാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പക്ഷികൾ പറന്നു പോകുന്നത് ആകാശത്തിലൂടെ നടന്നു പോകുമ്പോൾ എയറോപ്ലെയിൻ വന്ന് ഫ്രണ്ടിൽ നിന്ന് ചാടി കഴിയുമ്പോൾ ആ എയറോപ്ലെയിനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ ആകാശത്തിന്റെ കളർ വെള്ളയോ അതോ കറുപ്പോ? അങ്ങനെ ചോദിക്കും. അങ്ങനെ നമ്മൾ ജാസ്മിൻ ചെയ്യുക. നമ്മളവളുടെ മുഖത്തേക്ക് എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? അത്തരം ചോദ്യം ചോദിക്കുന്നില്ല നമ്മൾ. അവൾ മിനിമം ആഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ രാവിലെ എണീറ്റിട്ട് അവിടെ ഒന്നാമത് 2 കക്കൂസും, നിനക്കറിയാം 2 കക്കൂസും 19 പേരും ഉണ്ട്. അതിൽ ജിൻഡോ കയറി കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാണ് ഇറങ്ങി പറഞ്ഞത്. അപ്പൊ ഈ ലോഡും കട്ടൻ കാപ്പിയും പിടിച്ച ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എണീറ്റ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നപ്പോ അവളൊന്നും എൻ്റെ അടുത്ത്, എനിക്ക് നീതി കിട്ടിയില്ല, എനിക്ക് നീതി തരൂ. പിന്നെ നിന്റെ നീതി മനുഷ്യവിടെ കക്കൂസിൽ പോയിട്ടില്ല, പിന്നെ നിനക്ക് അവിടെ ഞാൻ പോത്താത്താരെന്നല്ലത്. അവളെ അമലോത്ഭവം അറിയാമേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയാൻ ഞാൻ പോടി. മിനിമം അത്രയെങ്കിലും പറയണ്ടേ? അത് പറയണം. പക്ഷെ ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. നമ്മളെന്താ ബുള്ളി ഗ്യാങ് എന്നൊക്കെ വിളിച്ചു തുടങ്ങി. ഞാൻ പറയട്ടെ, ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്കും പാവപ്പെട്ട പിള്ളേരെ നമ്മൾ റിയാക്ട് ചെയ്യാൻ കഴിവില്ലാത്തവരോട് നമ്മൾ പറയുന്നതിനാണ് ബുള്ളിങ് എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്യാൻ പറ്റാത്ത, തിരിച്ച് പ്രതികരണ ശേഷി ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ബുള്ളിങ്. അങ്ങനെയുള്ള പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരാളും ആ വീട്ടിലില്ല. എല്ലാവരും പ്രതികരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ ബിഗ് ബോസിൽ എടുക്കും. അപ്പൊ നമ്മൾ അവിടെ ആരെയും പുള്ളിയുന്നില്ല. പിന്നെ ഇങ്ങോട്ട് തരുന്നത് അങ്ങോട്ട് കൊടുക്കും, അതത്രേ ഉള്ളൂ. വേറൊരു ചോദ്യം ഉണ്ട്, അത് എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും, ചോദിക്കൂ. നാട്ടുകാർക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടല്ലോ നിന്റെയും എനിക്കറിയാം. ഓക്കെ, അതായത് സിബിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡാഷ്. എന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഡാഷോ? സിബിന്റെ ബുദ്ധി കേന്ദ്രമായി ആ വീട്ടിലൊരു സ്ഥലമുണ്ട്, എന്റെ ഷാഡോ റൂം. ഷാഡോ റൂം ഒന്നല്ല, അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അതൊന്നും ഹിറ്റ് പോലെ ഇല്ല. ഞാനൊക്കെ 10 പ്രാവശ്യം പറഞ്ഞ വീട്ടിൽ അല്ല പിന്നെന്താടി, ഞാൻ കക്കൂസ് ഇരുന്ന് പ്ലാൻ ചെയ്യാറില്ല. എത്ര വട്ടം നീ കക്കൂസി കയറിന്നിട്ട് ആൾക്കാർ പറയണത് ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് വന്നിട്ടുണ്ട്. അവിടെ എന്താണ് ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ? അവിടെയാണല്ലോ ആൾക്കാർ സീക്രട്ട് ഡിസ്കസ് ചെയ്യാൻ അപ്പുറത്ത് കഥ പറയുന്നത് കേൾക്കാറുണ്ട്. അതൊക്കെ ഉണ്ട്, ശരിയാ. അപ്പൊ ബുദ്ധി കേന്ദ്രം, സിബിന്റെ ബുദ്ധി കേന്ദ്രം ബാത്റൂം എന്നാണ് എല്ലാരും പറയുന്നത്. ഇത് നീ പറഞ്ഞുണ്ടാക്കിയല്ലത്, എന്റെ ഇത് നീ പറഞ്ഞുണ്ടാക്കി, നീ പറഞ്ഞു വരുത്തുന്നതല്ലേ. നിനക്ക് കക്കൂസുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് കക്കൂസ് വർത്താനൊക്കെ ഇല്ല, ഇതൊക്കെ കിട്ടണം, നല്ലതാ. ബാത്റൂം സ്റ്റാൻഡേർഡ് പറയാം. ബാത്റൂം, വാഷ്റൂം വാഷ്റൂം ഞാനായിരുന്ന ഡിസ്ക് അങ്ങനെ പറയാം.